നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ BJP അട്ടിമറിക്ക് ശ്രമിക്കുമോ അവിടെയൊക്കെ തടയിടാൻ കോൺഗ്രസ് DKയുടെ സഹായം തേടാറുണ്ട്. ഇക്കുറി ബീഹാറിൽ DK ശിവകുമാർ വളരെ വ്യക്തമായ നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, ക്ലോസ് ഫൈറ്റാണ് നടക്കുന്നത്. ഓരോ വോട്ടിനും വിലയേറിയ ഒരു സാഹചര്യം. നമുക്കറിയാം, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ വോട്ടെണ്ണൽ വളരെ മന്ദഗതിയിലായിരുന്നു. കാരണം അത്രയേറെ ക്ലോസ് ടൈറ്റ് മത്സരമായിരുന്നു അവിടെ നടന്നത്. അവസാന മണിക്കൂറിൽ, അതായത് 8 മണിക്ക് തുടങ്ങിയ വോട്ടെണ്ണലിൽ അവസാനം 2 മണിയും കഴിഞ്ഞ് 3-3:30 മണിയായപ്പോഴാണ് നേരിയ മുൻതൂക്കം BJPക്ക് NDAക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കേവലം 10 സീറ്റുകളുടെ വ്യത്യാസത്തിലാണ്. വോട്ട് ഷെയറിൽ കേവലം 2 ലക്ഷം വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് ഇന്ത്യ മുന്നണി പരാജയം അവിടെ സമ്മതിക്കേണ്ടി വന്നത്. ശരിക്കും അവിടെ പരാജയമല്ല, വലിയ കള്ളക്കളിയാണ് അവിടെ നടന്നത്. ഇതേ രീതിയിലുള്ള വോട്ടിംഗ് പാറ്റേൺ, അതായത് തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരുടെ പട്ടികയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വ്യാപക കൃത്രിമത്വം അന്ന് നടന്നിട്ടുണ്ട് എന്നുള്ളത് ഇപ്പോഴത്തെ ഐക്യജനതാദൾ MPമാർ തന്നെ തുറന്നടിച്ച് പറയുന്നൊരു കാര്യമാണ്. ഇവിടെ 2 വിഷയമാണ്. ബീഹാറിൽ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമാണ് സാഹചര്യമെങ്കിൽ അത് നിലവിൽ സഖ്യ സർക്കാരുള്ള സംസ്ഥാനങ്ങളെ പ്രതികൂലമായി ബാധിക്കും. ഏറ്റവും കൂടുതൽ അത് ബാധിക്കാൻ പോകുന്ന മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്രയിൽ ഇപ്പോഴും BJPക്ക് കേവല ഭൂരിപക്ഷമില്ല. എന്നാൽ ശിവസേന നേതാവായ ഏകനാഥ് ഷിൻഡെ ഇപ്പോഴും സഖ്യവുമായി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും അദ്ദേഹം അതൃപ്തനാണ്. കൃത്യമായും ഷിൻഡെയുടെ MPമാർ തുറന്നടിക്കുന്നുണ്ട്, ഷിൻഡെ ഏത് തീരുമാനമെടുത്താലും തങ്ങൾ അദ്ദേഹത്തിനോടൊപ്പം തന്നെ നിൽക്കുമെന്ന്. ഇതൊരു സൂചനയാണ്. നാളത്തെ വോട്ടെണ്ണൽ NDAയുടെ ഭാവിയെ തന്നെ മാറ്റിമറിക്കാൻ പോവുകയാണെന്നാണ് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ രാജ്യത്ത് നടക്കുന്ന ഭരണഘടനാ വിരുദ്ധമായ പ്രവർത്തനങ്ങൾക്ക് കിട്ടാൻ പോകുന്ന തിരിച്ചടി ഒരു പരിധിവരെ അവിടെ ബീഹാറിൽ പട്നയിൽ നിന്ന് ആരംഭിച്ച റാലി ഒട്ടുമുക്കാൽ ജില്ലയിലും നല്ല രീതിയിൽ തന്നെയാണ് രാഹുൽ ഗാന്ധി പ്രചരണം നടത്തിയതും രാഹുൽ ഗാന്ധിയെ എല്ലാവരും ശ്രദ്ധയോടെ ശ്രവിച്ചതും അദ്ദേഹം പറഞ്ഞ തീരുമാനങ്ങൾ, അദ്ദേഹം പറഞ്ഞ ഓരോ വിഷയങ്ങളിൽ ബീഹാറിലെ ഗ്രാമങ്ങളിൽ വളരെയധികം സ്പന്ദനമാണ് ഉണ്ടാക്കിയത് എന്നുള്ളത് വ്യക്തമാണ്. ഇത്രയും അധികം പോസിറ്റീവ് ട്രെൻഡ് ഉണ്ടായിട്ടും എക്സിറ്റ് പോളുകൾ പറയുന്നത് BJPക്ക് അനുകൂലമെന്ന് പറയുമ്പോൾ അവരുടെ നേതാക്കൾ അത് വിശ്വസിക്കുന്നില്ല. അവരുടെ നേതാക്കൾ തന്നെ പറയുന്നു ഇത്രയും മൃഗീയ ഭൂരിപക്ഷമോ ആധിപത്യമോ ഒന്നുമില്ല, ഒരു നേരിയ മുൻതൂക്കം കിട്ടിയേക്കാം. പക്ഷെ അതുകൊണ്ടാണ് അവർ റിസോർട്ട് മോഡൽ രാഷ്ട്രീയം വീണ്ടും പയറ്റാൻ ശ്രമിക്കുന്നത്. നമുക്കറിയാം, കർണാടകയിലും മഹാരാഷ്ട്രയിലുമൊക്കെ ആ റിസോർട്ട് മോഡൽ രാഷ്ട്രീയം നടത്തിയാണ് BJP അധികാരം പിടിച്ചെടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒരു അനുരണനം ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കാണുകയാണ്. ബീഹാറിൻ്റെ ഭാഗമായിരുന്ന, ബീഹാറിൻ്റെ ഘടകമായിരുന്ന ജാർഖണ്ഡിൽ ഇപ്പോൾ ഇന്ത്യ മുന്നണി ഭരിക്കുകയാണ് നല്ല അന്തസ്സായ ഭൂരിപക്ഷത്തോടു കൂടി. ബീഹാറിൽ ഇപ്പോഴും BJPക്ക് സംശയം തന്നെയാണ്.